ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് സാമ്പത്തിക സ്രോതസ്സുകൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ. ഇവിടെ എന്താ ഇനിയും പറയുന്നത്? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒരു അധ്യാപക തൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന തൊഴിലുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. തൊഴിലുകൾ നോക്കിക്കേ, ഏതൊക്കെയാണ്? കൃഷിപ്പണിയുണ്ട്, ഹോട്ടല്, അതുപോലെ തന്നെ അധ്യാപനം, ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ. ഇവിടെ ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട് അതിൽപ്പെടുന്ന ചില തൊഴിലുകൾ. ഇനി എന്താ പറയുന്നത്? ഈ തൊഴിലുകളെല്ലാം നമുക്ക് പരിചിതമാണ്. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് ഇവയെ എന്താ പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചുറ്റിനും ഇതുപോലെ ഒരുപാട് ജോലികളുണ്ടല്ലേ? ഏതൊക്കെ തരത്തിലുള്ള ജോലികളുണ്ട്? കൃഷിപ്പണിയുണ്ട്, ഹോട്ടൽ ജോലിയുണ്ട്, അധ്യാപനമുണ്ട്, തേയില ഫാക്ടറിയിലെ തൊഴിലുണ്ട്, മത്സ്യബന്ധനമുണ്ട്, സർക്കാർ ഉദ്യോഗമുണ്ട്, റബ്ബർ ടാപ്പിംഗ് ഉണ്ട്, കൽപ്പണിയുണ്ട്, കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലുണ്ട്. അങ്ങനെ നിരവധി തൊഴിലുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ചിലത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള മറ്റു മേഖലയാണ് വ്യവസായം, സേവനം എന്നിവ. നോക്കിക്കേ, ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇത് നോക്കി വെക്കണേ, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല എങ്ങനെ അറിയപ്പെടുന്നത്? പ്രാഥമിക മേഖലയെന്ന്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? കാർഷിക മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതാണ്? ദ്വിതീയ മേഖലയാണ്. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖല എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? വ്യവസായിക മേഖലയെന്നും അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക ദ്വിതീയ മേഖലകളെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഇവിടെ സേവന മേഖലയിലാണ്. അപ്പോൾ എന്താ പറയുന്നത്? പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യപ്പെടുന്നതും എവിടെയാണ്? സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ എന്തൊക്കെ വരുന്നുണ്ട്? വിദ്യാഭ്യാസം വരുന്നുണ്ട്, ഗതാഗതം, ബാങ്കിങ്, IT. ഇതൊക്കെ എവിടെയാണ് വരുന്നത്? സേവന മേഖലയിലാണ്. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്നും പറയുന്നു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാമേ. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത, വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. നമ്മളപ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ നോക്കി. പ്രാഥമിക മേഖലയിൽ എന്താ പറയുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പിന്നെന്താണ് പറയുന്നത്? ദ്വിതീയ മേഖലയിൽ എങ്ങനെയാണ്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ദ്വിതീയ മേഖലയിലാണ് നടക്കുന്നത്. സേവനം പ്രദാനം ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് തൃതീയ മേഖലയിലാണ്. ഓക്കെ, പ്രാഥമിക മേഖലയിൽ കൃഷിക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. ദ്വിതീയ മേഖലയിൽ വ്യവസായിക പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അതുകൊണ്ട് വ്യവസായിക മേഖല എന്ന് അറിയപ്പെടുന്നു. തൃതീയ മേഖലയിൽ സേവന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അതുകൊണ്ട് സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവിടെ കൃഷി ചെയ്യുകയാണ് അല്ലെ? പരുത്തി കൃഷി ചെയ്യുകയാണ്. രണ്ടാമത് എന്താ കാണിച്ചേക്കുന്നത്? ദ്വിതീയ മേഖലയിൽ എന്താ കാണിച്ചേക്കുന്നത്? ഒരു മില്ലിന്റെ ചിത്രമാണ് കാണിച്ചേക്കുന്നത് അല്ലെ? തുണിമില്ലിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. മൂന്നാമത് എന്താ കാണിച്ചേക്കുന്നത്? അവിടെ മാർക്കറ്റിന്റെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. അത് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനിയും ഇതിന് മറ്റുദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ കരിമ്പിന്റെ കൃഷി എടുക്കുകയാണെങ്കിൽ കരിമ്പ് കൃഷി, അത് പഞ്ചസാര ഫാക്ടറി, പിന്നെ കച്ചവടം.
അങ്ങനെ പോകും. റബ്ബർ കൃഷി എടുക്കുകയാണെങ്കിൽ റബ്ബർ, ചെരുപ്പ് നിർമ്മാണം, അത് തൃതീയ മേഖലയിലേക്ക് പോകുമ്പോൾ ഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തിയുള്ള വിതരണം, അങ്ങനെ പോകും. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർഗീകരിച്ചിട്ടുണ്ട്, CSO. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താ നമുക്ക് നോക്കാം. CSO കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. ഇത് മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇത് പഠിച്ചു വെക്കണേ. എന്താണ് പ്രധാന ചുമതലകൾ? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രിലിമിനറിക്കൊക്കെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് ക്യാൻസലായും പോവാറുണ്ട്. ഓക്കെ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയിൽ വരുന്ന ഏതൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിൽ വരുന്നത് വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിൽ വരുന്നത് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അപ്പോൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കണേ. മേഖലകളും തൊഴിൽ ലഭ്യതയും. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. ഇന്ത്യയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. ചില മേഖലകളിലെ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞ് വരുന്നുണ്ട്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന പട്ടികയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമുക്ക് ഈ പട്ടിക വിശകലനം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ദ്വിതീയ മേഖലയിലും അതുപോലെ തന്നെ തൃതീയ മേഖലയിലും വർഷങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തൊഴിൽ ലഭ്യതയിൽ മാറ്റം വരുന്നുണ്ട്. അവിടെ തൊഴിൽ ലഭ്യത വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ആദ്യത്തേതിനേക്കാളും 2011 ആകുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. നോക്കിക്കേ, 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത ദ്വിതീയ മേഖലയെ അപേക്ഷിച്ച് എത്രയാണ്? 31.7%, തൃതീയ മേഖലയെ അപേക്ഷിച്ച് 27.9% കൂടുതലാണ്. തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പ്രാഥമിക മേഖലയാണ് ഒന്നാമതായിട്ട് ഉള്ളത്. ഓക്കെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മേഖലയിലെ പ്രവർത്തനം വഴിയാണ്. ഇനിയും ഭക്ഷ്യോൽപാദനം. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം വിശദമാക്കുന്ന ഡയഗ്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കണ്ടോ? ഭക്ഷ്യോൽപാദനം ദശലക്ഷം ടൺ. വർഷങ്ങൾ കഴിയുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ഭക്ഷ്യോൽപാദനത്തില് വർധനവ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഡയഗ്രാം നോക്കിയപ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർഷങ്ങൾ കഴിയുന്തോറും വർദ്ധിച്ച് വരുന്നുണ്ടല്ലേ. എന്നാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്.
ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പോവേർട്ടി. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എത്രയാണ്? 29.8%. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ബീഹാറിലാണ്. എത്രയാണ്? 53.5%. അപ്പോൾ പകുതിയിൽ കൂടുതലും എവിടെയുണ്ട്? ബീഹാറിൽ അല്ലേ? ബീഹാറിലെ ജനങ്ങളുടെ പകുതിയിൽ കൂടുതലും അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്, 9.5%. കേരളത്തില് 12% പേര്. ഓക്കെ, അപ്പൊ ഇനി എന്താ പറയുന്നത്? ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. ഇനി എന്താ പറയുന്നത്? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്നതിനുള്ള അവസ്ഥയെയാണ് എന്ത് പറയുന്നത്? ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. അപ്പോൾ ഈ ഒരു നിർവചനം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷ്യസുരക്ഷയെ പറ്റി എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം, പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കണം. ഇവ ലഭ്യമാക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥ ഉണ്ടാകണം. ഇനി നോക്കിക്കേ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും ഏതൊക്കെയാന്ന് നോക്കിക്കേ. സർക്കാർ പദ്ധതികൾ: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത് സർക്കാർ പരിപാടികൾ നോക്ക്. സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇത് പ്രധാനപ്പെട്ടതാണ്, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടെ നോക്കാമേ. നോക്കിക്കേ, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞേക്കോ, നമുക്ക് നോക്കാം. സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് എന്താണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. സംയോജിത ശിശുവികസന പരിപാടി. അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. സംയോജിത ശിശുവികസന പരിപാടി. അടുത്തത് അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അന്ത്യോദയ അന്ന യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്ക്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി.
ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. കേരളവും പൊതുവിതരണ സമ്പ്രദായവും. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യ ഉപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കേ, പൊതുവിതരണ സംവിധാനം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ഓക്കെ. നോക്കിക്കേ, നമ്മള് ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളുടെ ലിസ്റ്റാണ് നോക്കുന്നത്. പൊതുവിതരണ കേന്ദ്രം നമുക്കറിയാം, റേഷൻ കടയല്ലേ. അവിടെ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നത്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ഹോർട്ടികോർപ്പ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെയൊക്കെ ചിത്രം ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. അവിടെ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? എല്ലാ നിത്യോപയോഗ സാധനങ്ങളും അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ. നമുക്ക് അതിനു മുന്നേ ഭക്ഷ്യസുരക്ഷാ നിയമം നോക്കാം. ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താ പറയുന്നത്? 2013 പാർലമെന്റ് അംഗീകരിച്ചു. വർഷം പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഇനി എന്താ പറയുന്നത്? ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? സബ്സിഡി വെട്ടിക്കുറച്ച് കർഷകർ പ്രതിസന്ധിയിൽ. പ്രകൃതിക്ഷോഭം ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞു. കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി യന്ത്രവൽക്കരണം അസാധ്യമാക്കുന്നു. കൃഷിഭൂമികൾ വഴിമാറുന്നു. ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ്. ഭക്ഷ്യോൽപാദനം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു കൊളാഷിൽ നിന്ന് എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംഗ്രഹം എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായകമാകുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഓക്കെ, താങ്ക് യു.